ഹായ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന അറൗണ്ട് ഒരു 16 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒല്ലൂർ ടു ആറാട്ടുപുഴ എന്നുള്ളൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈവനിങ് റൈഡ് ഞായറാഴ്ച ഈവനിങ് 5 to 6 ഈ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പൊതുവെ വാഹനങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ചൂട് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സമ്മർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പരമാവധി ഹെൽമെറ്റും പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചവിട്ടി പോകുന്നത്. ഒബ്വിയസ്ലി നമുക്ക് ഹെൽമെറ്റ് വേണ്ടി വരും. എപ്പോഴും സേഫ്റ്റി നമ്മുടെ പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് ഹെൽമെറ്റ് വയ്ക്കണം. ഇപ്പോൾ ഞാൻ ഫുൾ വ്ളോഗിൽ കാണിക്കുന്ന ഫുൾ എടുത്ത വീഡിയോസ് ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ അതിൽ കുറച്ച് എഡിറ്റ് ചെയ്ത ഏരിയാസ് മാത്രമാണ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതിപ്പോൾ ഈ ഒരു ചെറിയൊരു കയറ്റമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടാണ് ചെറിയൊരു കയറ്റം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ അല്ല ഇപ്പോൾ സൈക്ലിംഗ് ചെയ്തുകൊണ്ട് വ്ളോഗ് എടുക്കലെന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഈ ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ അറിയാം, ഞാൻ റോഡിൻ്റെ അവസ്ഥയും പിന്നെ നമ്മൾ മറ്റുള്ള വെഹിക്കിൾസ് വരുമ്പോൾ മാനേജ് ചെയ്ത് സൈക്കിൾ പോകുമ്പോഴുള്ള കുറച്ച് ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ പോകുന്നത് നമ്മളിപ്പോൾ ഒരു സ്കൂൾ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അത് കാരണം കുറച്ച് കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, ഈവൻ സൺഡേ ആയപ്പോഴും വാഹനങ്ങൾ വളരെയധികം ഉണ്ട് റോഡിൽ. ഇപ്പോൾ ബസ്സും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇപ്പോൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ. പിന്നെ നോർമലി ഞാൻ NH ഒക്കെയാണ് പോവാറ്. പക്ഷേ ഇന്ന് ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ നമ്മളീ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരും കൂടി കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഇപ്പോൾ ഒരു ചെറിയൊരു കയറ്റം കഴിഞ്ഞിട്ട് ഒരു ഇറങ്ങി വരാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൈക്കിൾ ഇത്രയും സ്പീഡിൽ പോകുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ക്രാഡിയാക്കിൻ്റെ ഡിസ്കവർ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഡിഷൻ സൈക്കിളാണ്. ഇപ്പോൾ ഇത് 7 സ്പീഡാണ്. ഇപ്പോൾ ഞാൻ ഇതൊരു ഹൈബ്രിഡ് മോഡൽ സൈക്കിളാണ്. അപ്പോൾ ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് MTB സിംഗിൾ സ്പീഡ് സൈക്കിളാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ പതിയെ ഇടാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വ്ളോഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നല്ലൊരു വ്യൂ അല്ലെങ്കിൽ നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു 1 കിലോമീറ്റേഴ്സ് അറൗണ്ട് എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഞാൻ വെള്ളം കുറച്ചെടുത്ത് കുടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കരധികം ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ട്. ഒന്ന് ചൂട്, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ചവിട്ടുമ്പോൾ ഒരു പ്രശ്നവും നമുക്കറിയാം, കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു റൂട്ട് നല്ല റൂട്ടാണ്. കുറച്ച് ദൂരം നല്ല സ്റ്റഡി ഹൈവേ ആണ്, നല്ല രീതിയിലുള്ള റൂട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിങ്ങാലക്കുട ടു ഒല്ലൂർ ആ ഒരു റൂട്ടാണ്. അപ്പോൾ പൂച്ചനിപ്പാടം അങ്ങനെ കവർ ചെയ്തിട്ട് പൂച്ചനിപ്പാടം ടു ഇരിങ്ങാലക്കുട പോകുന്ന വഴി ആണ് നമ്മുടെ ആറാട്ടുപുഴ അമ്പലം എന്ന് പറയുന്ന അമ്പലം വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടിയും നല്ല വാഹനങ്ങൾ പൊതുവെ കുറവാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ടും സൺഡേ ഞാൻ മോർണിംഗാണ് പോകാറ്. പക്ഷേ ഇന്ന് മോർണിംഗ് റൈഡ് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈവനിങ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയാം, പല എന്താ പറയുക, വാഹനങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നതൊക്കെ വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചവിട്ടി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ബൈക്കിലോ കാറിലോ പോകുമ്പോൾ ഇത്രയും പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ബൈക്കിലൊക്കെ പോയി ഹെൽമെറ്റ് ധരിച്ച് ശീലിച്ച ആളുകളാണെങ്കിലും നമ്മൾ സൈക്കിളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹെൽമെറ്റ് നിങ്ങൾ വാങ്ങണം. അതിപ്പോൾ ഡെക്കാത്തലോണിൽ നിന്നോ അല്ലെങ്കിൽ ഡെക്കാത്തലോണാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷേ നല്ല ബ്രാൻഡാണ്. അപ്പോൾ സേഫ്റ്റി കുറച്ചും കൂടി കൂടും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ നോക്കിയിട്ട് നല്ലൊരു ഹെൽമെറ്റ് വാങ്ങാം. പിന്നെ സ്ലീവ് കൈമിക്കുള്ളത് വാങ്ങാം. പിന്നെ ഞാനൊരു നീ പാഡ് ഇടാറുണ്ട്, അല്ലെങ്കിൽ നീ ഗാർഡ് പോലത്തെ ഒരു സംഭവം ഇടാറുണ്ട്. പക്ഷെ ഇന്ന് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു 30+ ഏജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, സൈക്കിൾ റൈഡ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും നീ ഗാർഡൊക്കെ ധരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ
ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ എനിക്ക് പരിചയമായി, ഇപ്പോൾ 1 മാസത്തോളമായി ഞാനിപ്പോൾ സൈക്കിൾ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഇതൊരു ഇറക്കമുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ നോർമലായിട്ട് സൈക്കിൾ ചെയ്ത് പോകുന്ന ഒരു ചേട്ടനെ ഞാൻ സിമ്പിളായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് മോഡലായതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ നമുക്ക് പോകാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പ്രശ്നം എന്ന് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പോകുമ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങൾ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈവൻ അവരുടെ മിറർ തട്ടിയാൽ പോലും നമ്മൾ തെറിച്ച് വിടുന്ന സ്ഥിതിയാണ്. അപ്പോൾ പരമാവധി സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്യുക റൈഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതൊരു 4 കൂടി സെൻറ്ററാണ്. പരമാവധി ബ്രേക്ക് നമ്മൾ നോക്കിയിട്ടൊക്കെ നടക്കണം. ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ വെള്ളം കുടിക്കണം, പിന്നെ ഒന്ന് ക്യാമറ ബെൽറ്റും കാര്യങ്ങളൊന്ന് ടൈറ്റ് ആക്കണം. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സെൻറ്റർ വരുന്നുണ്ട്, പൂച്ചനിപ്പാടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സെൻറ്ററിലെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. എന്ന് വെച്ചാൽ അവിടെ കുറച്ച് ട്രാഫിക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ വീണ്ടും ആറട്ടുപുഴ എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് കുറച്ച് എന്താ പറയുക, പുതുതായിട്ട് ടാർ ചെയ്ത കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ അതിനകത്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ പൊതുവെ ചവിട്ടി പോകാൻ ഈ റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് നമ്മുടെ ടാർ ചെയ്ത റോഡിനെ വെച്ച് നോക്കുമ്പോൾ കോൺക്രീറ്റ് റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് സൈക്കിൾ ചവിട്ടി പോകാൻ. അതായത് എനിക്ക് ചവിട്ടിയിട്ട് നീങ്ങാറില്ല. അപ്പോൾ സാധാരണ ടാർ ചെയ്ത റോഡായതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആറാട്ടുപുഴ അമ്പലത്തിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ പൊതുവെ വാഹനങ്ങൾ കുറവാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പൊക്കെ വന്നുകൊണ്ടാണ്. ഞാനിപ്പോൾ മാർച്ച് 22-ന് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൊക്കെയാണ് നമ്മളിങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എന്താ പറയുക, രംഗം ഒന്ന് മൂത്ത് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, റൂട്ടിലൊക്കെ ഇങ്ങനെ ഓരോ പാർട്ടിയുടെയും കൊടിയും ചിഹ്നങ്ങളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണാം. പിന്നെ ആൾക്കാർ കൂടി നിൽക്കുക, പ്രചരണത്തിനൊക്കെ ഇറങ്ങുന്നവരൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്, നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ റൂട്ടിനകത്ത് ഉള്ള കാരണം നമ്മളൊന്ന് മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു ബോട്ടിൽ 1-2 ബോട്ടിൽ വെള്ളം നമ്മുടെ കയ്യിൽ കരുതണം. പിന്നെ ഈ പറയുന്ന പോലെ പഞ്ചർ കിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, നമ്മുടെ റൈഡിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എനിക്ക് വലിയ പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 8 കിലോമീറ്റേഴ്സാണ് വൺ സൈഡ് എനിക്ക് വരുന്നുള്ളൂ, 8 to 9. അപ്പോൾ ടോട്ടൽ ഒരു 16 to 17 കിലോമീറ്റേഴ്സാണ് നമുക്ക് റൈഡ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വ്ലോഗ് ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ ഈ ഒരു സെൻറ്ററിലേക്ക് ഞാൻ എത്തുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം, വളരെയധികം പാർട്ടിയുടെയും മറ്റുള്ള എന്താ പറയുക, തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, താഴെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്ററാണ് അമ്പലത്തിൻ്റെ സൈഡിലേക്കുള്ളൂ. അവിടെ നല്ല ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ, നമ്മളിപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു റൂട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ പൊതുവെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ അത്യാവശ്യം സ്പീഡ് എടുത്ത് പോകാനും ഒക്കെ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചവിട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ ഫ്ലാറ്റ് സർഫേസാണ്. അപ്പോൾ നമുക്ക് സൈക്കിളിൽ കയറ്റം വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ എത്ര നല്ല ഗിയർ സൈക്കിളൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ തൊട്ടാണ് അമ്പലത്തിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, 2 സൈഡിലും പാടം ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇത് ഒരു 2-3 മാസം കഴിഞ്ഞ് കൃഷിയൊക്കെ തുടങ്ങുമ്പോൾ ഈ ഒരു അമ്പലം കാണാൻ വളരെ നല്ല ഭംഗിയുണ്ടാവും. എന്ന് വെച്ചാൽ 2 സൈഡിലും പാടവും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ ഇനി ഉത്സവം പൂരം വരുന്നുണ്ട്. അപ്പോൾ അതൊരു 30-ാം തീയതി ആയിട്ട് വരുന്നതുകൊണ്ട് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം പന്തലിൻ്റെയൊക്കെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പന്തലിൻ്റെ ഇതൊന്ന് കവർ ചെയ്തിട്ടാണ് താഴെ കൂടെ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് പതുക്കെ സ്ലോ ആക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുകളിൽ പണിക്കാർ പണി ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്ലോ ആക്കി പോവാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഒരു 5 മണി ടൈം ആയ കാരണം അമ്പലത്തിലും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നമ്മളുടെ എന്താ പറയുക, ട്രാവൽ ചെയ്ത് പകുതി എത്തിയിട്ടുണ്ട് നമ്മളുടെ ദൂരം. അപ്പോൾ ഈ അമ്പലം ഞാനൊന്ന് നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് തരാം. ഇത് തൃശ്ശൂരിലെ ഫേമസ് ഒരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ പൂരം നടക്കുമ്പോൾ വളരെയധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഇത് ഈ എന്താ പറയുക, ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പൂരമാണ്. അപ്പോൾ ഇതിൻ്റെ വ്ലോഗ് നമ്മൾ ഇടുമ്പോൾ ഒരു നല്ല രീതിയിൽ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു, ഇത് അമ്പലം ഇങ്ങനെയാണ് കാണുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങൊക്കെയാണ് അമ്പലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പന്തൽ ഇവിടെ സൈഡിൽ ഇട്ടിട്ടുണ്ട്.
ഈ ബിൽഡിങ്ങാണ് അമ്പലം, ഇവിടെയാണ് അമ്പലം വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു, ഒരു മിനിറ്റ് 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചിട്ട് വീണ്ടും വേറെ റൂട്ട് എടുത്ത് പോകാമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇപ്പോൾ കയറുന്നത് ഇവിടേക്ക്. അപ്പോൾ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്ത് ഈ റോഡ് കുറച്ച് മോശമായ കാരണമാണ് ഇങ്ങനെ ഷിവറിംഗ് ഒക്കെ വരുന്നത് ക്യാമറ. അപ്പോൾ റോഡിൻ്റെ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ലോക്കൽ, അതായത് സെയിം റൂട്ടൊക്കെ എടുക്കുകയാണ്. പഞ്ചായത്ത് റോഡുകളാണ് ഇങ്ങനെ ഉള്ളത് കേട്ടോ, ഇങ്ങനെ ഷിവർ ചെയ്ത് പോകുന്ന രീതിയിൽ. അപ്പോൾ അതാണ് ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലൊക്കെ കുറേ ടീ സ്പോട്ടുകളൊക്കെ കാണാം. ആൾക്കാർ കൂടുതൽ ഇവിടെ വന്ന് ടീ സ്പോട്ട് ഉള്ള കാരണം അവിടെ ചായ കുടിക്കാൻ വരുന്നതൊക്കെ ഉള്ളതാണ്, ഒരു റൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നതാണ് ആറാട്ടുപുഴ. ഇവിടെ മന്ദാരം കടവ് എന്ന് പറയും. ഇവിടെ ഈ ബലിതർപ്പണമൊക്കെ ചെയ്യുന്നൊരു ഏരിയ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ വല്ലപ്പോഴും തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് നോക്കുക, കാണാം. നല്ല ഫോട്ടോസിനൊക്കെ പറ്റിയ ഏരിയ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഇവിടുന്ന് വീണ്ടും തിരിക്കുകയാണ്. ഇനി ഞാൻ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇത് അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല, വേറെ റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ റോഡ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു ഇറക്കമാണ്, നമ്മളിങ്ങനെ കണ്ടറിയാം, ഇറക്കിറങ്ങി വരികയാണ്. അവിടെ ആ ഒരു പുഴയുടെ അല്ലെങ്കിൽ ആ ഒരു തീരത്ത് ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബലിതർപ്പണത്തിനൊക്കെ ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ വല്ലപ്പോഴൊക്കെ വരാണെങ്കിൽ ഇവിടേക്ക് ഒന്ന് വരാം, ഈ സൈഡും ഒന്ന് കാണാം അമ്പലത്തിൻ്റെ. അപ്പോൾ ഈ ഒരു റൂട്ട് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഒന്ന് പിടിച്ചു നോക്കിയതാണ്. പക്ഷേ എനിക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയില്ല, പോകുന്ന റൂട്ട് കറക്റ്റാണോ എന്നറിയില്ല. മറ്റേ വന്ന റൂട്ടിന് പാരലായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് റോഡായ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, വീഡിയോ തീരെ ക്ലാരിറ്റി ഇല്ല, അപ്പോൾ അത് ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു നേരെ ചവിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ ചവിട്ടി പോകണം. ഇനി എത്ര ദൂരം ഇങ്ങനെ പോകേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നേരെ ഒരു റോട്ടിൽ ഒരു ചേട്ടനും ചേച്ചിയും ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ സൈക്കിളോട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും നമ്മളെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും എന്താ പറയുക, ഈ ഒരു ഏജിലും അല്ലെങ്കിൽ ഒരു 30+ ഒക്കെ ആയിട്ടും സൈക്കിൾ ചവിട്ടി വരുന്ന കാണുമ്പോഴേ, അപ്പോൾ ചിലർ ഇങ്ങനെ നമ്മളോട് ചോദിക്കും ഇങ്ങനെ ഏത് സൈക്കിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വൈകാതെ തന്നെ സൈക്കിളിനെ കുറിച്ചിട്ട് വീഡിയോ ഇടാം. പിന്നെ ഇതിപ്പോൾ ഈ റൂട്ട് കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ കുറച്ച് ദൂരം ഇത് റെക്കോർഡ് ചെയ്ത് പോട്ടെ, എത്ര ദൂരം പോകുമെന്ന് അറിയില്ല. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സൈക്കിൾ ചവിട്ടുമ്പോൾ നല്ല റൂട്ടുകൾ എടുക്കുക. പിന്നെ ഒന്നാമത് ഇതൊരു ഹൈബ്രിഡ് സൈക്കിളാണ്, MTV പോലെ നമുക്ക് ഗട്ടറിലോ അല്ലെങ്കിൽ ആ ഒരു ടെറൈനിലോ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ പെട്ടുപോയതാണ് ഈ റൂട്ട് എടുത്തുകൊണ്ട്. അപ്പോൾ പിന്നെ ഏകദേശം എന്തായാലും വന്നു. അപ്പോൾ പിന്നെ ഈ റൂട്ടൊന്ന് കവർ ചെയ്ത് പോകാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇത് കുറച്ച് നേരമായി ചവിട്ടി തുടങ്ങിയിട്ട്, പക്ഷേ ഇവിടെ എത്തുന്നില്ല. പിന്നെ ഈ റോഡ് ഭയങ്കര മോശമാണ്. പിന്നെ വേറെ എന്താ പറയുക, റൂട്ടുകളൊന്നും കാണാനുമില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ വീഡിയോ എടുക്കണ കാരണം എനിക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാനവരും പറ്റുന്നില്ല. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ നേരെ ചവിട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ നമുക്ക് ബൈക്കിലോ കാറിലോ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് പോകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ സൈക്കിളിൽ അങ്ങനെയല്ല. സൈക്കിളിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുൾ ടൈം ചവിട്ടാൻ റെഡി ആയതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഇനി എനിക്കിവിടുന്ന് ആരെങ്കിലും വഴി ചോദിക്കണം തിരിച്ചു പോകാനുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ട് എടുക്കണം. അപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും കണ്ടാൽ വഴി ചോദിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിള് നല്ല സൈക്കിളാട്ടോ. ഇപ്പോൾ ഞാൻ കാർഡിയാക്കിൻ്റെ ആദ്യമായിട്ടാണ് എടുക്കുന്നത്, ഓൺലൈനായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിൽ പെഡലൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഉള്ളത്. അപ്പോൾ ഞാനിത് പെഡൽ ഞാൻ തന്നെ മാറ്റി. അപ്പോൾ നമ്മൾ പരമാവധി സൈക്കിളിൻ്റെ പണികളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ ആ രീതിക്ക് ഞാൻ തന്നെ മാറ്റിയതാണ്. പിന്നെ ഇത് ഗിയർ സൈക്കിൾ ആയതുകൊണ്ട് കുറച്ച് ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഞാൻ കൊടുക്കും. ഇപ്പോൾ ഇതെന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു തിരിവ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം വേറെ എവിടേക്കെങ്കിലും പോകുന്നത്. ഇത് എവിടെ എത്തുന്നു നമുക്കറിയില്ല. കുറേ ദൂരം ഇങ്ങനെ ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം ഒരു 5 മിനിറ്റിന് മേലെയായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര കിതപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊന്ന് നിർത്തി വെള്ളം കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. പക്ഷേ പുള്ളി ചോദിച്ചു. ഓക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നേരെ പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു, റൈറ്റിലേക്കൊന്ന് ഒരു തിരിവ് നോക്കി ഇറങ്ങാം, റൈറ്റിലോട്ട് ഇറങ്ങി പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ചിലപ്പോൾ മെയിൻ റോഡിലേക്ക് മുട്ടിയാലോ എന്നുള്ള രീതിയിൽ
ഈ റൂട്ട് കുഴപ്പമില്ല കേട്ടോ. റോഡ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ എന്താ പറയുക സ്റ്റോപ്പിലും അല്ലെങ്കിൽ ഓരോ 2-3 കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ കിലോമീറ്ററിനുള്ളിലും അമ്പലങ്ങളിലൊക്കെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, പോകുന്ന വഴിക്ക് തന്നെ കുറേ അമ്പലങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദൂരം ഇങ്ങനെ ഓടിച്ച് വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഞാനൊരു സൈഡിൽ റെസ്റ്റ് എടുക്കും, കുറച്ചൊരു 5 മിനിറ്റ് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ എനിക്ക് ചവിട്ടുള്ളൂ. ഇപ്പോൾ ചൂടുള്ള കാരണമാണ് അത്രയും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നത്. എന്ന് വെച്ചാൽ വെള്ളം കുടിച്ച് ഡീഹൈഡ്രേറ്റഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പരമാവധി വെള്ളം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം സൈക്കിൾ റൈഡിന് പോകുമ്പോൾ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചവിട്ടി ഈ വഴി എനിക്ക് തോന്നുന്നു മെയിൻ റോഡിലേക്ക് എത്തും. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരത്തേക്ക് ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ വേറൊരു നല്ല റൂട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഇതിപ്പോൾ കുറേ അധികം ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ കുറച്ച് ദൂരം നമുക്കിങ്ങനെ എത്ര നേരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു വ്യൂ കിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല റൂട്ട് എത്തുമ്പോൾ ഒന്നും കൂടിയും കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. പിന്നെ നല്ല പച്ചപ്പുള്ള ഏരിയ ആണ് 2 സൈഡും, പാടത്തിൻ്റെ പുഴയുടെയൊക്കെ ഒരു പ്രദേശമായതുകൊണ്ട്. ഇപ്പം മെയിൻ റോഡ് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മെയിൻ റോഡിൽ നമ്മൾ കയറി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ വന്ന വഴി തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നല്ല വ്യൂ ആണ് 2 സൈഡിലും ഉള്ളത്. പിന്നെ ചവിട്ടാനെന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് ചവിട്ടാൻ പറ്റുന്നത്. ഇപ്പോൾ ഗട്ടറും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ക്യാമറ കുറച്ചും കൂടി ഷിവർ ചെയ്യാണ്ട് ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വഴി വരാണെങ്കിൽ നിങ്ങൾ വരണം, ഈ ഒരു ഏരിയ വരണം. അതായത് ഇരിങ്ങാലക്കുട ടു തൃശ്ശൂർ റൂട്ട്, ആ റൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം, ഒരു കവാടമൊക്കെ കാണാം അമ്പലത്തിൻ്റെ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ തൃശ്ശൂർക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ ഒന്ന് കണ്ടിട്ട് പോവുക. ഇപ്പോൾ ഇവിടെ പൂരമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോങ് സൈഡ് കുറച്ച് പ്രായമുള്ള ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ അവർ സൈക്കിൾ ചവിട്ടുന്നവരാണെങ്കിൽ അവർ റോങ് സൈഡാണ് കയറി വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്താ പറയുക ട്രാഫിക് റൂൾ പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഒതുക്കിയെടുക്കുക. ഇവർ വരുമ്പോൾ അല്ലെങ്കിൽ റോങ് സൈഡ് ആൾക്കാർ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തൊക്കെ പോവുക. പിന്നെ നല്ല ഒരു ഗോൾഡൻ കളറാണ് ഫുൾ വ്യൂ ഇവിടെ ഉള്ളത്. ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാറായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ദൂരം ചവിട്ടിയിട്ട് ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് വ്ലോഗ് അവസാനിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് റോഡ് മാത്രമാണ്. ഇതിപ്പോൾ കുറച്ച് ദൂരം ഈ നല്ലൊരു റോഡ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് കോൺക്രീറ്റ് റോഡാണ്. അതും ഞാൻ കുറച്ച് കാണിച്ചു തരാം, അത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം ഒരു 2-3 മിനിറ്റൊക്കെ. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് ഇനി വീടിൻ്റെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊരു ദൂരം 2-3-4 കിലോമീറ്റർ ഞാനിങ്ങനെ കോൺക്രീറ്റ് റോഡിലൂടെ പോകണം. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ കവാടം. അപ്പോൾ ഞാനിത് തിരിച്ചു വരുമ്പോൾ കാണിച്ചില്ല, തിരിച്ചു വരുമ്പോൾ കാണിക്കാൻ ഇവിടെ തൊട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഹൈവേ വരുന്നത്. അപ്പോൾ ഇത് കോൺക്രീറ്റ് റോഡായ കാരണം ഇതിനകത്ത് ചവിട്ടി പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് സ്ലോലിയാണ് നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ ഇവിടെ. പിന്നെ എനിക്ക് ഈ റോഡിൽ ചവിട്ടാണ് കുറച്ചുകൂടി ഗ്രിപ്പായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു ടയറൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, ശിവദം മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ ആ തിയേറ്റർ കാണിച്ചു തരാം. അപ്പോൾ അവിടേക്കുള്ള വഴി തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയും പിന്നെ ഈ റൂട്ടുകളിലൊക്കെ ഇപ്പോൾ നല്ല ചായ സ്പോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ റൂട്ട് എടുക്കുക, നല്ല റൂട്ടാണ് ഇരിങ്ങാലക്കുട റൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതേപോലെ നല്ല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാം. ഇതാണ് തിയേറ്റർ ശിവദം മൂവീസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നത് കണ്ടോ കാറൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പൂശിനിപ്പാടം സെൻറ്ററാണ് എത്തിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ തിയേറ്ററിന് അടുത്ത് തന്നെ ഒരു ബാറുണ്ട്. ആ ബാറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം റൈറ്റ് സൈഡിലായിട്ട് ഒരു കാറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു പുതിയൊരു ടീ ഷോപ്പ് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അവിടെ വന്ന് ഇതിവിടെ എനിക്ക് തോന്നുന്നു കുരിയച്ചറുള്ള സെയിം ഷോപ്പ് തന്നെയാണ്. അത് കുറച്ച് വൈറലായിട്ടുള്ള ഷോപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇതിന് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വ്ളോഗ് നിർത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോസിറ്റീവ് കമൻറ്റ് നോക്കിയിട്ട് ഇടുക. പിന്നെ കുറച്ചും കൂടിയും വ്ളോഗുകൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇനി എനിക്ക് കുറച്ച് ദൂരം കൂടി ചവിട്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യും.
അപ്പോൾ ഒരു ഏകദേശം കുറച്ച് കിലോമീറ്റേഴ്സ് ഇപ്പം ഇന്ന് കവർ ചെയ്യാൻ പറ്റി. ഇനി ഞാൻ 2-3 ലോങ് ഡിസ്റ്റൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് വ്ളോഗ്. അപ്പോൾ അതുകൂടി നിങ്ങളെ ഞാൻ ഇതിലൂടെ കാണിക്കാം. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാം, ഇനി വ്യൂസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ മുഖമൊന്നും കാണിക്കുന്നില്ല, വോയിസ് മാത്രം കിട്ടിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അതിനായിരിക്കും നല്ലത്. അപ്പോൾ വോയിസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ നിങ്ങൾക്ക് കാണേണ്ട കാര്യങ്ങളൊക്കെ കാണും. ഇപ്പം ഞാൻ സൈക്കിളിലൂടെ കാണുന്നത് അല്ലെങ്കിൽ സൈക്കിൾ യാത്രയിലൂടെ കാണുന്നത് നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. കുറച്ചധികം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നത്, ഇത്രയധികം ദൂരം കവർ ചെയ്ത് ചവിട്ടിയിട്ടാണ്. അപ്പോൾ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ വീൽസ് NK എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.